ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 5th സെം ബികോം കോർപ്പറേഷൻ്റെ സ്പെഷ്യലൈസേഷൻ പേപ്പറായ കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ് ഇതിൽ വരുന്ന ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA എന്നുള്ളതിനെ കുറിച്ചാണ്. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഈസ് എ വേൾഡ് വൈഡ് കോൺഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്നുള്ളത് ലോകത്തെല്ലായിടത്തുമുള്ള കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിൻ്റെ ഒരു കോൺഫെഡറേഷനാണ്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ദി ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് അറ്റ് ലണ്ടൻ ഇൻ 1895. 1895 ലണ്ടനിൽ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് സംഘടിപ്പിക്കപ്പെട്ടു. ആ കോൺഗ്രസ്സിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു സംഘടന രൂപീകരിച്ചത്. Up to 1982, its headquarters was at London. 1982 വരെ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ലണ്ടനിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. 82-ന് ശേഷം ദ അലയൻസ് മൂവ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഫ്രം ലണ്ടൻ ടു ജനീവ. അതിനുശേഷം ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അറ്റ് പ്രസൻറ്റ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ബ്രസൽസ് ഇൻ ബെൽജിയത്തിലാണ്. അതായത് 2012 യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഇയർ സെലിബ്രേറ്റ് ചെയ്തു. അതിനുശേഷം ICAയുടെ ഹെഡ്ക്വാർട്ടേഴ്സിനെ ബ്രസൽസിലേക്ക് മാറ്റി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഡിഫറെൻറ്റ് ബോഡീസിനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേഡ് ബൈ ദ ഫോളോയിങ് ബോഡീസ്. 4 ബോഡീസാണ് ഈ ICAയുടെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ നടത്തുന്നത്. ഫസ്റ്റ് വൺ ജനറൽ അസംബ്ലിയാണ്. ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഡെലഗേറ്റ്സ് ഓഫ് ദി അഫിലിയേറ്റഡ് ഓർഗനൈസേഷൻസ്. ദ മാക്സിമം റെപ്രസെൻറ്റേഷൻസ് ഫ്രം എ കൺട്രി ഈസ് ലിമിറ്റഡ് ടു 20. ഈ ജനറൽ അസംബ്ലി എന്നുള്ളതിൽ അഫിലിയേറ്റഡ് ഓർഗനൈസേഷൻസിൻ്റെ, അതായത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിൻ്റെ ഡെലഗേറ്റ്സ് ഉൾപ്പെടുന്നതാണ് ഈ ജനറൽ അസംബ്ലി. ഒരു രാജ്യത്തിൽ നിന്ന് വരാവുന്ന മാക്സിമം റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് 20 ആണ്. ഇത്തരത്തിലുള്ള ജനറൽ അസംബ്ലി ഒരു പ്രസിഡൻറ്റിനെയും അതേപോലെ 2 വൈസ് പ്രസിഡൻസിനെയും ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഒക്കെ സെലക്ട് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ബോഡി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇറ്റ് എക്സസൈസസ് ജനറൽ കൺട്രോൾ ഓവർ ദ അഫയേഴ്സ് ഓഫ് ദി അലയൻസ്. അലയൻസിൻ്റെ കാര്യങ്ങളിലുള്ള ഒരു ജനറൽ കൺട്രോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കായിരിക്കും. അതായത് ജനറൽ അസംബ്ലിയിലുള്ള ഡെലഗേറ്റ്സ് സെലക്ട് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഈ അലയൻസിൻ്റെ ജനറൽ കൺട്രോൾ നടത്തുന്നത്. ഇനി തേർഡ് ബോഡി ദ ഡയറക്ടറാണ്. ദ സെക്രട്ടേറിയറ്റ് ഓഫ് ദി അലയൻസ് ഈസ് ഹെഡഡ് ബൈ ദി ഡയറക്ടർ. അലയൻസിൻ്റെ സെക്രട്ടേറിയറ്റ് അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഡയറക്ടറാണ്. ഇനി ഫോർത്ത് ജനറൽ സെക്രട്ടറി. ഹീ ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ മെമ്പർ ഓർഗനൈസേഷൻ. ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് മെമ്പർ ഓർഗനൈസേഷൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് വരിക. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ICA. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടു ആക്ട് ആസ് ദ ഗ്ലോബൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് വിച്ച് ഇൻ പ്രാക്ടീസ് ഫോളോ ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. ലോകത്തുള്ള എല്ലാ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിൻ്റെയും ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ICA ആക്ട് ചെയ്യുന്നത്. അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ ഓർഗനൈസേഷൻസിൻ്റെയും ഗ്ലോബൽ റെപ്രസെൻറ്റേറ്റീവാണ് ICA എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റീവ് ടു ഗിവ് വൈഡ് പോപ്പുലാരിറ്റി ഫോർ ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ത്രൂ ഔട്ട് ദി വേൾഡ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സിന്
ലോകത്തെല്ലായിടത്തും പോപ്പുലാരിറ്റി കൊടുക്കുക. അതായത് ലോകത്തെല്ലായിടത്തും ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന സ്ഥാപനങ്ങൾ രൂപീകരിക്കുക. Then third objective, to promote cooperation in all countries. ലോകത്തെല്ലായിടത്തും അല്ലെങ്കിൽ ഇതിലെ മെമ്പേഴ്സ് ആയി വരുന്ന എല്ലാ രാജ്യങ്ങളിലും കോപ്പറേഷൻ എന്നുള്ള കാര്യം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുക. Then fourth objective, to maintain friendly relations between its affiliated organizations. വിവിധ രാജ്യങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ അഫിലിയേറ്റഡ് ഓർഗനൈസേഷൻസുമായി നല്ല ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. Then fifth objective, to assist in the promotion of economic and social progress of the people of all countries. ലോകത്തെല്ലായിടത്തും ഉള്ള ആളുകളുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രോഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അവരുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രൊമോഷൻ ആക്ടിവിറ്റീസിനെ അസിസ്റ്റ് ചെയ്യുക. Then sixth objective, to work for the establishment of lasting peace and security through cooperative efforts. ലോകത്ത് മുഴുവൻ സമാധാനവും സുരക്ഷിതത്വവും കോപ്പറേറ്റീവ് എഫേർട്സിലൂടെ നിലനിർത്തുക എന്നുള്ളത്. ഇത്രയാണ് ഈ ICAയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്.